ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ഗൗരിക്ക് ബോധം തെളിഞ്ഞത് കണ്ട് വേഗം തന്നെ മഹി സെറ്റിയിലേക്ക് ഗംഗയെ കൊണ്ടുചെന്ന് കിടത്തണം. ഗംഗയുടെ അരികിലേക്ക് ഓടിയെത്തിയ മാളൂട്ടിയും മഹിയും ഗംഗയോട് മാറി മാറി എന്ത് സംഭവിച്ചെന്ന് അന്വേഷിച്ചു. എന്താ ഗംഗെ, എന്താ പറ്റിയതെന്ന് മഹി ഗംഗയോട് ചോദിക്കുമ്പോഴേക്കും അവിടേക്ക് വിവരം അറിഞ്ഞ് ദേവയാനിയും ഓടിയെത്തി. ദേവയാനി വന്ന് മഹിയോട് ചോദിച്ചു, എന്താ മഹി, എന്താ ഗംഗയ്ക്ക് പറ്റിയത്? ഉടനെ ഗംഗയോട് മഹി ചോദിച്ചു, എന്താ മോളെ, എന്താ പറ്റിയത് എന്ന് ചോദിച്ചപ്പോ ഗംഗ പറഞ്ഞു, മഹിയേട്ടാ, ഷോക്ക് അടിച്ചതാണ്. അത് കേട്ടതും മഹി ചോദിച്ചു, ഷോക്ക് അടിച്ചെന്നോ, എങ്ങനെ എന്ന് ചോദിച്ചപ്പോ അതറിയില്ല മഹിയേട്ടാ എന്ന്. ഷോക്ക് അടിച്ച മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ എന്നായിരുന്നു ഗംഗയുടെ മറുപടി. അത് കേട്ടതും ദേവയാനി പറഞ്ഞു, കിച്ചണിൽ എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി കാണും, അതാണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണം. എന്തായാലും മഹി വേഗം ഗംഗയെ റൂമിലേക്ക് കൊണ്ടുപോയി കിടത്താൻ അതാ നല്ലത്. ഗംഗ കുറച്ചു നേരം വിശ്രമിക്കട്ടെ എന്ന് പറഞ്ഞപ്പോ മഹി പറഞ്ഞു, അമ്മേ, എന്തായാലും ഷോക്കടി ഏറ്റതല്ലേ, എന്തെങ്കിലും ഉള്ളിൽ പ്രശ്നമുണ്ടോ എന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ. ഗംഗ ഇത്രയും നേരം ബോധം കെട്ട് കിടക്കുകയായിരുന്നു എന്ന് പറഞ്ഞപ്പോ ഗംഗയ്ക്ക് ഇപ്പോഴാണ് ബോധം തെളിഞ്ഞതെന്നും മഹി അറിയിച്ചു. അത് കേട്ട ഗംഗ പറഞ്ഞു, ഏയ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല മഹിയേട്ടാ, ഹോസ്പിറ്റലൊന്നും പോകണ്ട, എനിക്ക് കുറച്ചു നേരം കിടന്നാൽ മതി എന്ന് പറഞ്ഞപ്പോ ഗംഗ അങ്ങനെ മഹിയോട് പറഞ്ഞത് കേട്ട് മഹി പറഞ്ഞു, അത് പറ്റില്ല, ഇങ്ങനെ ഷോക്ക് ഏറ്റു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഹോസ്പിറ്റലിൽ പോകണം ഗംഗയെ, നമുക്കൊന്ന് പോയിട്ട് വരാം എന്ന് മഹി ഗംഗയെ നിർബന്ധിച്ചു. ഗംഗ പറഞ്ഞു, വേണ്ട മഹിയേട്ടാ, എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ മഹിയെ സമാധാനിപ്പിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ മാളു ഗംഗയ്ക്ക് ഉമ്മ കൊടുത്ത്, ഗംഗയെ നമുക്ക് പോകാം ഹോസ്പിറ്റല് എന്ന് നിർബന്ധിച്ചു. മാളുവിന്റെ നിർബന്ധം കേട്ട് മാളൂട്ടിയോട് സ്നേഹത്തോടെ ഗംഗ പറഞ്ഞു, വേണ്ട മോളെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് കുറച്ചു നേരം കിടന്നാൽ മതി മഹിയേട്ടാ എന്ന് മഹിയോട് ഗംഗ ആവശ്യപ്പെട്ടു. അത് കേട്ട ഉടനെ ദേവയാനി പറഞ്ഞു, മഹി, വേഗം നീ ശ്രേയെ ഗംഗയെ റൂമിലെത്തിക്കുക, അതാ നല്ലത് എന്ന് പറയുകയും കുറച്ചു നേരം ഗംഗ വിശ്രമിക്കട്ടെ, ആ ക്ഷീണമൊക്കെ മാറട്ടെ എന്ന് ദേവയാനി അറിയിച്ചു. ദേവയാനി പറഞ്ഞത് കേട്ട് മഹി ഗംഗയെ എടുത്തുകൊണ്ട് നേരെ റൂമിലേക്ക് പോകുമ്പോൾ പിന്നാലെ മാളൂട്ടിയും പോകുന്നു. ഈ സമയത്ത് ദേവയാനി നടന്ന സംഭവങ്ങളെ കുറിച്ചൊക്കെ ഓർത്ത് ആകെ സംശയത്തോടെ നിന്നു. അപ്പോഴാണ് ഗംഗയുമായി നേരെ മാളൂട്ടിയുടെ റൂമിലേക്ക് മഹി എത്തിയത്. ഗംഗയെ ബെഡിൽ കൊണ്ടുവന്ന് കിടത്തിയതിനു ശേഷം മഹി ഗംഗയെ നോക്കി. ഗംഗ ആകെ സങ്കടത്തോടെ മഹിയെയും മാളുവിനെയും മാറി മാറി നോക്കിക്കൊണ്ടിരുന്നു. മാളു ആകെ വിഷമിച്ചിരിക്കുന്നത് കണ്ട് മഹിയും ഗംഗയും ആകെ സങ്കടപ്പെടുന്നത് കണ്ട് ഗംഗ മാറി മാറി നോക്കുന്നു. അതിനുശേഷം മഹി വേഗം ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് ഗംഗയെ പതുക്കെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു. തന്റെ ദേഹത്തേക്ക് ചാരിയിരുത്തി മഹി ഗംഗയ്ക്ക് വെള്ളം കുടിക്കാനായി കൊടുത്തു. ഗംഗ വെള്ളം കുടിച്ചതിന് ശേഷം മഹിയോട് പറഞ്ഞു, മഹിയേട്ടാ, എനിക്ക് കുറച്ചു നേരം കിടന്നാൽ മതി, ഞാൻ കിടന്നോളാം. അത് കേട്ടതും മഹി പറഞ്ഞു, ശരി, എന്നാ ഗംഗ റെസ്റ്റ് എടുത്തോ, ഞങ്ങൾ പോയിക്കോളാം എന്ന് പറഞ്ഞ് മഹി അവിടെ നിന്ന് പോകാനായി തുടങ്ങി. ഗംഗ, നമുക്കൊന്നുകൂടി ഒന്ന് ഹോസ്പിറ്റലിൽ പോയാലോ, ഷോക്ക് ഏറ്റതല്ലേ, അതുകൊണ്ട് എന്തെങ്കിലും പുറമേ പ്രശ്നമില്ലെങ്കിലും ഉള്ളിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് ചെയ്താലേ അറിയൂ എന്ന് മഹി പറയുന്നു. അത് കേട്ട ഉടനെ ഗംഗ പറഞ്ഞു, വേണ്ട മഹിയേട്ടാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് കഴിയുമ്പോൾ മാറിക്കോളും എന്ന് പറഞ്ഞപ്പോ മഹി പറഞ്ഞു, ശരി എന്നാ ഗംഗ കിടന്നു എന്ന് പറഞ്ഞ് ഗംഗയെ പതിയെ ആ ബെഡിലേക്ക് കിടത്തിയതിന് ശേഷം മഹി മാളുവിനെ വിളിച്ചു. മാളൂട്ടി, വാ, നമുക്ക് പോകാം, ഗംഗ വിശ്രമിക്കട്ടെ എന്ന് പറഞ്ഞപ്പോ മാളു പറഞ്ഞു, അച്ഛാ, ഞാൻ വരുന്നില്ല, ഞാൻ ഗംഗയ്ക്ക് അരികിൽ ഇരുന്നോളാം എന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ മഹി പറഞ്ഞു, ശരി, എന്നാ മോള് ഗംഗയോടൊപ്പം ഇരുന്നോ കേട്ടോ, അച്ഛൻ പൊക്കോളാം എന്ന് പറഞ്ഞ് മഹി ശരി കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഗംഗയുടെ മുടിയൊന്ന് തഴുകിയതിന് ശേഷം ആ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. അരികിൽ നോക്കി നിൽക്കുന്ന മാളുവിനെ നോക്കി ഗംഗ പറഞ്ഞു, മാളൂട്ടി വല്ലാതെ പേടിച്ചു പോയല്ലേ, എനിക്കൊന്നുമില്ല കേട്ടോ, ഇവിടെ വന്ന് എൻ്റെ കൂടെ കിടന്നോ എന്ന് മാളൂട്ടിയോട് ഗംഗ അറിയിച്ചു. അത് കേട്ടതും ഗംഗ വേഗം പറഞ്ഞതുപോലെ തന്നെ മാളൂട്ടി ഗംഗയുടെ അരികിലേക്ക് ചെന്ന് കിടന്നു. ഗംഗയെ നോക്കി അങ്ങനെ കിടക്കുമ്പോൾ ഗംഗയെ കെട്ടിപ്പിടിച്ചുള്ള മാളുവിന്റെ സ്നേഹവും ഒക്കെ മനസ്സിലാക്കി ഗംഗ പറഞ്ഞു, മാളൂട്ടിയെയും മഹിയേട്ടനെയും വിട്ട് ഈ ഗംഗ എവിടെയും പോവില്ല, ഈ മാളൂട്ടിയുടെ ഒപ്പം ഗംഗ എന്നും ഉണ്ടാവും കേട്ടോ എന്ന് പറഞ്ഞപ്പോ മാളൂട്ടി ഗംഗയെ നോക്കി ഉമ്മ കൊടുക്കുന്നു. ഗംഗയ്ക്ക് ഉമ്മ കൊടുത്തിട്ട് മാളൂട്ടി പറഞ്ഞു, ഗംഗ എൻ്റെ അമ്മയാ എന്ന് പറഞ്ഞത് കേട്ട് മാളു
തന്നെ അത്രത്തോളം സ്നേഹിക്കുന്നെന്നറിഞ്ഞതിന്റെ സന്തോഷത്തിൽ ഗംഗ മാളുവിന്റെ ആ കൈ പിടിച്ച് ആ കയ്യില് വീണ്ടും വീണ്ടും ഉമ്മ കൊടുക്കുന്നു. മാളൂട്ടി ഗംഗയെ നോക്കി പുഞ്ചിരിച്ചങ്ങനെ കിടക്കുമ്പോൾ മാളൂട്ടി വീണ്ടും തന്നെ നോക്കിക്കൊണ്ട് കിടക്കുന്നത് കണ്ട് ആ കയ്യിൽ തുടരെ തുടരെ ഗംഗ ഉമ്മ കൊടുത്തു. അതിനുശേഷം മാളൂട്ടിയെ ചേർത്ത് പിടിച്ച് ഗംഗ കെട്ടിപ്പിടിച്ച് കിടന്നു. ഗംഗയെ കെട്ടിപ്പിടിച്ച് മാളൂട്ടി ആ മുഖത്തേക്ക് മുഖം ചേർത്ത് വെച്ച് അങ്ങനെ കിടന്നു. ആ സമയത്ത് ദേവയാനിയും ഹൈമവതിയും ശ്രേയും കൂടി അവിടെ നടന്ന സംഭവങ്ങളെ കുറിച്ച് സംസാരിച്ചു. ഹൈമവതി പറഞ്ഞു, ഇത്രയേറെ ഷോക്ക് അടിച്ചിട്ടും അവൾക്കൊന്നും സംഭവിക്കുന്നില്ല എങ്കിൽ മുറിച്ചിട്ടാൽ മുറി കൂടുന്ന ഇനമാണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കണം എന്ന് ദേവയാനി പറഞ്ഞു. ദേവയാനിയോട് ഹൈമവതി ആശങ്കയോടെ അറിയിച്ചു. അത് കേട്ടതും ദേവയാനി പറഞ്ഞു, ഒരു കണക്കിന് ഇന്ന് ഗംഗ മരണപ്പെടാതിരുന്നത് എന്തുകൊണ്ടും ഭാഗ്യായി എന്ന് പറഞ്ഞപ്പോ ദേവയാനിയോട് ശ്രേയയും ഹൈമവതിയും ആശങ്കയോട് ചോദിച്ചു, അതെന്താ നാത്തൂന് അങ്ങനെ പറഞ്ഞത്? നാത്തൂനിപ്പോ അവൾ മരിക്കണമെന്നാണോ പറയുന്നത് എന്ന് ചോദിച്ചതും ദേവയാനി പറഞ്ഞു, അല്ല, അവൾ മരിക്കേണ്ടവൾ തന്നെയാണ്. എന്തായാലും ഈ വീടിൽ നിന്ന് അവൾ പുറത്താകേണ്ടവളുമാണ്. എന്റെ മോന്റെ ജീവിതത്തിൽ നിന്നും മഹിയുടെ ജീവിതത്തിൽ നിന്നും അവൾ ഇല്ലാതാകുകയും വേണം. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ചെയ്തത് വലിയ മണ്ടത്തരമായി പോയി. ഇന്ന് ഗംഗയ്ക്ക് മരണം സംഭവിച്ചിരുന്നെങ്കിൽ അത് വലിയ പ്രശ്നമായി മാറിയനെ. പോലീസ് കേസ് ഏറ്റെടുക്കുമായിരുന്നു. ഷോക്കടിച്ച്, അതും വീട്ടിൽ വെച്ച് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഷോക്കടിച്ച് മരിച്ചാൽ തീർച്ചയായിട്ടും അതിനെ തുടർന്ന് സംശയങ്ങളും പുതിയ പുതിയ അന്വേഷണങ്ങളും ഉണ്ടാകും. അതോടൊപ്പം തന്നെ അന്വേഷണം നടക്കുന്നതോടൊപ്പം പോലീസിന് മറ്റു ചില കണ്ടെത്തൽ കൂടി നടത്താൻ കഴിയും. മഹിയുടെയും ഒപ്പം ഗംഗയുടെയും വിവാഹം നടന്നത് ഏത് രീതിയിലാണെന്നുള്ളത് അന്നത്തെ വിവാഹ വീഡിയോ കണ്ടാൽ മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കും. ഈ കുടുംബത്തിലുള്ള നമ്മൾ ഉൾപ്പെടെയുള്ളവർക്ക് ആ ഒരു വിവാഹത്തോടെ എത്രത്തോളം എതിർപ്പുണ്ടായിരുന്നുവെന്നും ആ വീഡിയോയിൽ നിന്ന് പോലീസ് തിരിച്ചറിയും. പിന്നെ ഇവിടെ നടന്ന സംഭവങ്ങൾ അവരുടെ വിവാഹം തന്നെ ഒട്ടും താല്പര്യമില്ലാതെ നടന്നതാണെന്നും വീട്ടുകാരുടെ സമ്മതമില്ലാതെ നടന്ന വിവാഹമായതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു അപകടമരണം സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ ആ അപകടത്തിന് പിന്നിലുള്ള കാരണം എന്താണെന്ന് അവർ കണ്ടെത്താൻ ശ്രമിക്കും. വിവാഹ വീഡിയോ കണ്ടതിന് ശേഷം അവർ ഉറപ്പിക്കും, നവവധുവിന് ഇങ്ങനെ ഒരു മരണം സംഭവിച്ചെങ്കിൽ അതിന് പിന്നിൽ വീട്ടിലുള്ളവരുടെ കൈകൾ ഉണ്ട് എന്ന്. അതോടെ അവർ അന്വേഷണം ഊർജിതമാക്കും. അവസാനം നിക്കക്കള്ളിയില്ലാതെ നമ്മൾ പിടിക്കപ്പെടും എന്ന് ദേവയാനി പറയുമ്പോൾ ഹൈമവതി ചോദിച്ചു, അതിന് ആ ഇലക്ട്രീഷ്യന്റെ തലയിൽ കെട്ടിവെച്ച് നമുക്ക് രക്ഷപ്പെടാമല്ലോ എന്ന് പറഞ്ഞതും ഉടനെ ദേവയാനി പറഞ്ഞു, അങ്ങനെ ഇലക്ട്രീഷ്യന്റെ തലയിലേക്ക് കെട്ടിവെച്ച് നമുക്ക് രക്ഷപ്പെടാനാവില്ല. പോലീസിന്റെ നാലിടി കിട്ടി കഴിയുമ്പോൾ അയാൾ സത്യങ്ങളൊക്കെ പറയും. പിന്നെ എന്താ സംഭവിക്കുക എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ എന്ന് ദേവയാനി ചോദിച്ചു. അത് കേട്ടതും ഹൈമവതി അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, എന്റെ നാത്തൂനെ ഇത്രയേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ആരറിഞ്ഞു എന്ന് ചോദിച്ചതും ദേവയാനി പറഞ്ഞു, അതെ, ഒരു കാര്യം ചെയ്താൽ അതിന്റെ എല്ലാ വശവും ചിന്തിക്കണം. ഇനി എന്താ ആന്റി ഒരു പോംവഴി? എങ്ങനെയാണ് അവളെ നമ്മൾ ഇല്ലാതാക്കുക എന്ന് ശ്രേയ ദേവയാനിയോട് അന്വേഷിച്ചു. ദേവയാനി പറഞ്ഞു, നമ്മൾ പുതിയ പുതിയ പദ്ധതികൾ കണ്ടെത്തണം. ഏതൊക്കെ രീതിയിൽ നമ്മൾ അവളെ അപായപ്പെടുത്താൻ നോക്കി, എങ്ങനെയെല്ലാം മഹിയിൽ നിന്ന് അവളെ അകറ്റാൻ നമ്മൾ ശ്രമിച്ചു. എന്തിനേറെ വിവാഹ ദിവസം പോലും ഗൗരിയുടെ ആത്മാവിന്റെ സഹായം പോലും കിട്ടാതെ ഗൗരിയുടെ ആത്മാവ് പോലും ഗംഗയെ രക്ഷിക്കാത്ത വിധത്തിൽ നമ്മൾ ചെയ്തു കൂട്ടിയില്ലേ? എന്നിട്ടും എന്താ സംഭവിച്ചതെന്ന് കണ്ടതല്ലേ നിങ്ങളെല്ലാവരും? മഹിയുടെ മനസ്സ് മുമ്പേ ഗംഗ കീഴ്പ്പെടുത്തി കഴിഞ്ഞിരുന്നു. അതായിരുന്നു സത്യം. മഹിയുടെ മനസ്സിൽ ഗംഗ ഇടം നേടിയിരുന്നു. അതുകൊണ്ടായിരുന്നല്ലോ അവൻ ജാനകി അമ്മയോട് വിവാഹം നടത്തി തരാനായി ആവശ്യപ്പെട്ടതും. നിശ്ചയിച്ചു വെച്ച വിവാഹത്തിൽ നിന്ന് പിന്മാറി മഹിക്ക് ഗംഗ വിവാഹം കഴിച്ചു കൊടുക്കാൻ ജാനകി അമ്മയോട് ആവശ്യപ്പെട്ടതും അതുകൊണ്ടായിരുന്നില്ലേ? എന്നാൽ വിവാഹത്തേക്ക് അടുത്തപ്പോ ഇത് അവർ മനഃപൂർവ്വം കരുതിക്കൂട്ടി ചെയ്ത ആലോചന തന്നെയായിരുന്നു. മഹി ആ സമയത്ത് ഗംഗയുടെ കഴുത്തിൽ താലി കെട്ടിയതിന് കാരണം അതാണ്. അത് മാത്രമല്ല, ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, മഹി ഗംഗയെ അത്രത്തോളം ഇഷ്ടപ്പെടുന്നത് കൊണ്ടുകൂടിയാണ് അവൻ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയതും അവളുടെ കഴുത്തിൽ താലി ചാർത്താൻ തയ്യാറായതും. അതുകൊണ്ട് തന്നെ ഇനി ഒരു നീക്കം നടത്തുമ്പോൾ നമ്മൾ വളരെയേറെ സൂക്ഷിച്ചു വേണം എന്ന് പറഞ്ഞപ്പോ ശ്രേയ പറഞ്ഞു, അല്ല, ഈ പ്രേതങ്ങളൊക്കെ ഇങ്ങനെയുണ്ടോ? സ്വന്തം ഭർത്താവിനെ മറ്റൊരു പെണ്ണ് വിവാഹം കഴിക്കാൻ പോകുന്നു എന്നറിയുമ്പോൾ പ്രേതമാണെങ്കിലും അല്ലെങ്കിലും ശരി, ഏതൊരു പെണ്ണിനാണ് അത് സഹിക്കാൻ കഴിയുന്നത്? ഞാൻ മരിച്ചാലും ജീവിച്ചിരുന്നാലും ശരി, എനിക്കൊരു ഭർത്താവ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ മരിച്ചതിന് ശേഷം ഒരു പ്രേതമോ ഭൂതമോ എന്തായാലും ഞാൻ അയാളെ മറ്റൊരു വിവാഹം കഴിക്കാൻ അനുവദിക്കില്ല. അയാൾ അങ്ങനെ സുഖമായി ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാനോ ഇല്ലാതായി, അയാൾ അങ്ങനെ ജീവിക്കേണ്ട,
എന്ന് മാത്രമേ ഞാൻ ചിന്തിക്കുകയുള്ളൂ. ഇവിടെ ആ സ്ഥാനത്ത് ആ ഗംഗ ഭർത്താവിന്റെ ഭാര്യയാക്കാനായി ഗംഗയെ ഏതൊക്കെ രീതിയിലാണ് ആ ഗൗരി സഹായിച്ചത്, ഏതൊക്കെ രീതിയിലാണ് നമ്മളെ ദ്രോഹിച്ചത്. അന്ന് വിവാഹം നടക്കാൻ ഒരുങ്ങിയ സമയത്ത് മഹിയേട്ടന്റെയും എന്റെയും വിവാഹം നിശ്ചയിച്ച ദിവസം അന്ന് എന്താ സംഭവിച്ചതെന്ന് എല്ലാവർക്കും ഓർമ്മയില്ലേ? അവിടെ ഉണ്ടായിരുന്ന ആ വിവാഹത്തിനായി ഓഡിറ്റോറിയത്തിലേക്ക് എത്തിയപ്പോൾ അവിടെ വെച്ച് സംഭവിച്ച കാര്യങ്ങൾ എല്ലാവരും മറന്നുപോയോ? ഓഡിറ്റോറിയത്തിൽ നിന്ന് ആ പില്ലറ് എന്റെ ദേഹത്തേക്ക് വീഴുകയും അതോടൊപ്പം ആ ഓഡിറ്റോറിയം തന്നെ കത്തി നശിപ്പിക്കുകയും ചെയ്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചില്ലേ? എത്രത്തോളം ഒക്കെ ഒരു ആത്മാവിന് ചെയ്യാൻ കഴിയുന്നുണ്ടല്ലോ. അത് മാത്രമല്ല, സ്വന്തം ഭർത്താവിനെ മറ്റൊരു പെണ്ണിന് വിവാഹം കഴിച്ചു കൊടുക്കുവാനായിട്ടായിരുന്നു അവളുടെ ഈ ശ്രമങ്ങളൊക്കെ എന്നറിയുമ്പോൾ എനിക്ക് അവളെ ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നില്ല. എങ്ങനെ അവൾക്ക് സാധിക്കുന്നു മറ്റൊരു പെണ്ണ് മഹിയേട്ടനെ സ്വന്തമാക്കുന്നതും മഹിയേട്ടനെ സ്നേഹിക്കുന്നതുമൊക്കെ അവൾ എങ്ങനെ അംഗീകരിക്കുന്നു? അവൾക്ക് എങ്ങനെയാ അതിനുള്ള മനക്കെട്ട് കിട്ടിയത്? അവൾ എങ്ങനെയാ അതിന് തയ്യാറായി എന്നെല്ലാം ശ്രേയ ഹൈമവതിയോടും ദേവയാനിയോടും ചോദിക്കണം. ദേവയാനി ശ്രേയെ നോക്കിയിട്ട് പറഞ്ഞു, ഇനിയും അടുത്ത നീക്കം എന്തായാലും ശരിക്കും ആലോചിച്ചിട്ട് മതി. ഇതുപോലെ ഒരു കാരണവശാലും മണ്ടത്തരങ്ങൾ ഇനി കാണിച്ചു കൂട്ടരുത് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ദേവയാനി പോയി. ദേവയാനി പോയി കഴിയുമ്പോഴേക്കും ആകെ വിഷമത്തോടെ ദേവയാനിയുടെ ആ വാക്കുകൾ കേട്ട നിരാശയിൽ ശ്രേയ ഹൈമവതിയോട് പറഞ്ഞു, എന്റെ അമ്മേ, ഇവര് ഈ പറയുന്നത് പോലെ 24 മണിക്കൂറും നമുക്ക് അവരുടെ പിന്നാലെ നടക്കാനാവില്ലല്ലോ. അതുകൊണ്ടല്ലേ അവളെ കൊല്ലാനായിട്ട് ശ്രമിച്ചത്. എന്തായാലും ഉടനെ തന്നെ പുതിയ പദ്ധതി കണ്ടെത്തിയേ തീരൂ എന്ന് പറഞ്ഞപ്പോ ഹൈമവതി ചോദിച്ചു, അല്ല, അതെങ്ങനെയാ ഇനി പുതിയ പദ്ധതി കണ്ടുപിടിക്കുന്നത്? നീ തന്നെയല്ലേ പറഞ്ഞത് ഇനി ഇങ്ങനത്തെ ഒരു പരിപാടിയായിട്ട് താനില്ല എന്ന് പറഞ്ഞപ്പോ ശ്രേയ പറഞ്ഞു, അതെങ്ങനെയാ അമ്മേ? അമ്മ എന്തറിഞ്ഞിട്ടാ ഈ പറയുന്നത്? എന്റെ ജീവിത ലക്ഷ്യം തന്നെ മഹേട്ടന്റെ ഭാര്യയായി ജീവിക്കുക എന്നുള്ളതല്ലേ. മഹേട്ടനെ സ്വന്തമാക്കുക, ഈ കൈലാസം വീട് സ്വന്തമാക്കുക, അതല്ലേ എന്റെ ജീവിത ലക്ഷ്യം തന്നെ എന്ന് ശ്രേയ ഉടനെ ഹൈമവതിയോട് പറഞ്ഞു. ഹൈമവതിയോട് ശ്രേയ മനസ്സിലിരിപ്പ് കൂടി അറിയിച്ചു. അത് കേട്ട ഉടനെ ഹൈമവതി പറഞ്ഞു, നീ കേട്ടില്ലേ, അവര് ആ ദേവയാനി എന്ന് പറയുന്ന സ്ത്രീ അവരെത്രത്തോളം ചിന്തിച്ചു കൂട്ടിയെന്ന്. നീ മനസ്സിൽ കണ്ടപ്പോ അവർ മാനത്ത് കണ്ട കാര്യമാണ് ഇപ്പോ അവരിവിടെ വന്ന് പറഞ്ഞത്. അവരെ പോലീസ് പിടിക്കുമെന്നും കൃത്യമായി തന്നെ അവരുടെ പോലീസിന്റെ പിടിയിലാകുമെന്നും നമ്മൾ കരുതിയതുപോലെ അവര് നമ്മുടെ അരികിലെത്തി കഥ പറഞ്ഞത് കേട്ടില്ലേ? ഓ, ഇനിയിപ്പോ എന്താ നമുക്ക് ആകെ ഒരു പിടിവള്ളി എന്ന് പറയാൻ ഇനി എന്താ ഉള്ളത്? അവര് ഇതിനേക്കാളേറെ ക്രിമിനൽ മൈൻഡുള്ള സ്ത്രീയാണ്. നമ്മള് ഏത് വിധേനയും ഈ ഒരു കുറ്റകൃത്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും മഹി നമ്മുടെ പേര് തന്നെ അവരുടെ കൈകളിൽ ഏൽപ്പിക്കും. അതാണ് സത്യം എന്ന് ഹൈമവതി ശ്രേയയോട് അറിയിച്ചു. ശ്രേയയുടെ വാക്കുകൾ കേട്ട ഹൈമവതിയും ആകെ നിരാശയോടെ നിൽക്കുകയും ഗംഗയെ ഇല്ലാതാക്കാൻ എന്താ പോംവഴിയെന്ന് ആലോചിച്ചു. അപ്പോഴാണ് ഗംഗയും മാളൂട്ടിയും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുമ്പോൾ അവിടേക്ക് ഗൗരിയുടെ ആത്മാവ് വന്നെത്തി. ഗൗരിയുടെ ആത്മാവ് ഗംഗയെ നോക്കിയിട്ട് പറഞ്ഞു, ഗംഗെ, ഞാൻ നിന്നെ രക്ഷിക്കാൻ ശ്രമിച്ചതാണ്. സോറി ഗംഗെ, എനിക്ക് ഇന്ന് നിന്നെ രക്ഷിക്കാനുള്ള ശക്തി ഇല്ലാതായിപ്പോയി. ഞാനിന്ന് മരണപ്പെട്ട ദിവസമാണ്. ഇന്നത്തെ ദിവസം ഈ നാളിൽ ഒരിക്കലും എനിക്ക് യാതൊരു ശക്തിയും ഉണ്ടായിരിക്കില്ല. നിനക്ക് അപ്പൊ ആപത്തുണ്ടാകാൻ പോകുന്നു എന്നറിഞ്ഞപ്പോ നിന്നെ രക്ഷിക്കാനായി ഞാൻ ഓടിയെത്തിയതാണ്. പക്ഷെ ഒരു ശക്തിയും എനിക്കില്ലാത്തത് കൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് വിഷമത്തോടെ ഗൗരി പറയുന്നു. ഗംഗെ, നീ എൻ്റെ മോളെ എത്ര സ്നേഹത്തോടെയാണ് പോറ്റുന്നത്. അവൾക്ക് നീ ഒരമ്മയുടെ സ്നേഹം മുഴുവൻ വാരിക്കോരി നൽകുന്നുണ്ടല്ലോ എന്നെല്ലാം അരികിലെത്തി ഗൗരി ഇങ്ങനെ പറയുമ്പോൾ മയക്കത്തിലായിരുന്ന ഗംഗ പെട്ടെന്ന് ഉണരുന്നു. ഗംഗ എന്നുള്ള ഗൗരിയുടെ വിളി കേട്ട് ഉറക്കമുണർന്ന ഗംഗ പെട്ടെന്ന് ചുറ്റുപാടും നോക്കി. ആരാ എന്നെ വിളിച്ചത് എന്ന് ഗംഗ ചുറ്റുപാടും അന്വേഷിച്ചു. ഗംഗയ്ക്ക് ആകെ സംശയവും ഭയവും മനസ്സിനെ അലട്ടി തുടങ്ങി. ഗംഗയെ താൻ പറയുന്നത് കേൾക്കുന്നുണ്ടെന്ന് അറിഞ്ഞ ആ നിമിഷം ഗൗരിക്ക് ആകെ അതിശയമായി. ഗൗരി വീണ്ടും ഗംഗയെ എന്ന് വിളിച്ചതും ഗംഗ വല്ലാതെ ഞെട്ടി. ദൈവമേ, അല്ല, എന്നെ ആരോ വിളിക്കുന്നുണ്ട്. ആരാ അത്? എനിക്ക് ഉറക്കത്തിൽ സംഭവിച്ച തോന്നലൊന്നും അല്ലല്ലോ എന്ന് ആകെ വിഷമിച്ച് അങ്ങനെ ഗംഗ നോക്കുമ്പോ ഉടനെ ഗൗരിക്ക് വലിയ സന്തോഷമായി. ഗൗരി വീണ്ടും ചോദിച്ചു, ഗംഗെ, ഞാൻ പറയുന്നത് നിനക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഗംഗ ഉടനെ ഗൗരിയോട് പറഞ്ഞു, ആം, കേൾക്കാം, എനിക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്
എന്ന് ഗംഗ ഗൗരിയോട് മറുപടി നൽകി. ഗൗരി വീണ്ടും തന്നെ ഗംഗയോട് പറഞ്ഞു, ഗംഗെ നീ പേടിക്കണ്ട, ഇത് ഞാനാ എന്ന് പറഞ്ഞതും ഗംഗ വേഗം ബെഡിൽ നിന്ന് ചാടി എഴുന്നേറ്റു. മഹിയേട്ടാ മഹിയേട്ടാ എന്ന് വിളിച്ചുകൊണ്ട് ഭയന്ന് വിറച്ച് ഗംഗ വേഗം പുറത്തേക്കിറങ്ങി മഹിയുടെ റൂമിനരികിലേക്ക് ഓടിപ്പോന്നു. ഈ സമയത്ത് ഗൗരി ഗംഗയുടെ ആ പ്രവൃത്തി കണ്ട് എന്തായിരിക്കും ഗംഗ ഇങ്ങനെ ഓടിപ്പോയതെന്ന് സംശയത്തോടെ നിന്നു. എന്റെ ശബ്ദം ഗംഗയ്ക്ക് അപ്പൊ കേൾക്കാൻ കഴിയുന്നുണ്ടല്ലേ എന്നതായിരുന്നു ഗൗരിയുടെ ആശ്വാസം. ഉടനെ മയക്കത്തിലായിരുന്ന മഹിയുടെ വാതിൽ വന്ന് മുട്ടുകയാണ് ഗംഗ. വാതിൽ തുറന്നതും മഹി ഗംഗയെ കണ്ടിട്ട് ചോദിച്ചു, എന്താ ഗംഗെ, എന്ത് പറ്റി? ഉടനെ ഗംഗ പറഞ്ഞു, മഹിയേട്ടാ എന്റെ റൂമിൽ ആരോ ഉണ്ട്, അവിടെ റൂമില് ഗംഗയെന്ന് എന്നെ 2-3 തവണ വിളിച്ചു എന്ന് പറഞ്ഞു. മഹി പറഞ്ഞു, എടോ അത് ഇന്ന് ഷോക്ക് ഏറ്റതല്ലേ, അതുകൊണ്ട് തലയ്ക്കകത്ത് കുറച്ചു നേരത്തേക്ക് ഒരു മൂടലുണ്ടാവും, അതാരോ തന്നെ വിളിക്കുന്ന പോലെ ഒരു തോന്നലാണ്, അത് സാരമില്ല എന്ന് മഹി അറിയിച്ചു. ഉടനെ ഗംഗ പറഞ്ഞു, അങ്ങനെ ശരിയാവില്ല, കാരണം എനിക്ക് പേടിയാ മഹിയേട്ടാ, അവിടെ ആരോ ശബ്ദം കേട്ടു ഞാൻ എന്ന് മഹിയോട് വീണ്ടും വീണ്ടും ഗംഗ ആവശ്യപ്പെടും. അത് കേട്ട ഉടനെ മഹി പറഞ്ഞു, എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഗംഗ അത്രയ്ക്ക് പേടിയാണെങ്കിൽ ഗംഗ ഇവിടെ വന്ന് കിടന്നോ എന്ന് മഹി ആവശ്യപ്പെട്ടു. അത് കേട്ട ഉടനെ ഗൗരി ഇത് ആത്മാവിതെല്ലാം കേട്ടങ്ങനെ അപ്പുറത്ത് മാറി പുഞ്ചിരിയോടെ നിൽക്കുമ്പോ ഗംഗ പറഞ്ഞു, അത് വേണ്ട മഹിയേട്ടാ, അവിടെ മാളൂട്ടി തനിച്ചല്ലേ എന്ന് പറഞ്ഞതും മഹി കുറച്ചു നേരത്തേക്ക് ആലോചിച്ചു. എന്നാ ശരി, കാര്യം ചെയ്യാം, ഗംഗ പോയി കിടന്നോ, ഞാൻ നിങ്ങൾക്ക് കാവലിരിക്കാം, ഗംഗ ഉറങ്ങിയതിനു ശേഷം ഞാൻ പോരൂ എന്ന് മഹി അറിയിച്ചു. അത് കേട്ടതോടെ ഗംഗ സമ്മതിച്ചു. ശരി എന്ന് പറഞ്ഞ് മഹിയും വിളിച്ചുകൊണ്ട് ഗംഗ വേഗം റൂമിലേക്ക് എത്തി. ഗംഗയോട് കിടന്നോളാനായി മഹി പറയുന്നു. മാളുവിന്റെ അരികിൽ ചെന്ന് ഗംഗ കിടക്കുമ്പോൾ ഗംഗയെ പുതപ്പിക്കാനായി മഹി ഒരുങ്ങി. ഈ സമയത്ത് അപ്പുറത്ത് മാറി നിന്ന ഗൗരിയുടെ ആത്മാവ് ആലോചിച്ചു, ഗംഗയ്ക്ക് എന്റെ ശബ്ദം കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ മഹിയിടണോ എനിക്ക് സാധിക്കുമല്ലോ, ഒന്ന് നോക്കിയാലോ എന്ന് ആലോചിച്ച് വേഗം ഗംഗെ എന്ന് വീണ്ടും ഗൗരി വിളിച്ചു. ആ വിളി കേൾക്കുന്ന നിമിഷം തന്നെ ഗംഗ ചാടി എഴുന്നേറ്റു. മഹിയേട്ടാ ഇപ്പൊ കേട്ടില്ലേ, ഗംഗ എന്ന് വിളിച്ചത് കേട്ടില്ലേ എന്ന് ചോദിച്ചതും മഹി പറഞ്ഞു, എന്റെ ഗംഗയ്ക്ക് വെറുതെ തോന്നുന്നതാണ്, ഷോക്ക് ഏറ്റത് കൊണ്ട് ഗംഗയ്ക്ക് തോന്നുന്നതാണ് ഇതെല്ലാം, 1-2 ദിവസം കൊണ്ട് ഇത് മാറിക്കൊള്ളും, സാരമില്ല, സമാധാനത്തോടെ ഗംഗ കിടന്നോ, ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം എന്ന് പറഞ്ഞ് മഹി ഗംഗയോട് ഉറങ്ങിക്കൊള്ളാനായി പറയുന്നു. അപ്പോഴും ആകെ ഭയത്തോടെ ഗംഗ കിടക്കുമ്പോൾ ഗൗരിക്ക് തന്റെ ശബ്ദം ഗംഗയ്ക്ക് മാത്രമെങ്കിലും കേൾക്കാൻ കഴിയുന്നുണ്ടല്ലോ എന്നുള്ള ആശ്വാസമായിരുന്നു ആ സമയത്ത്.